ഇപ്പോഴും കേരളം ഭീകരവാദികളുടെ താവളം തന്നെയാണ്. അതിന് ശക്തി പകരുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നതും. കാരണം കനകമലയിൽ നടന്ന IS റിക്രൂട്ട്മെന്റ് കേസുമായി ബന്ധപ്പെട്ട് ആ സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് നിലവിലെ SDPI പ്രവർത്തനം, പഴയ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തനം. അപ്പോൾ നിരോധനം ഉണ്ടായെങ്കിലും പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചാലും SDPIയിലൂടെ അവർ തങ്ങളുടെ ആശയങ്ങളും ഭീഷണികളും വീണ്ടും കേരളത്തിൽ നടപ്പിലാക്കുകയാണല്ലോ. കേരളം എന്നും ഭീകരവാദികളുടെ താവളമാണ്. പെട്ടെന്ന് മാത്രമല്ല, വർഷങ്ങളായി പലരും മുന്നോട്ട് വയ്ക്കുന്നതാണ് കേരളം ഭീകരവാദികളുടെ കേന്ദ്രമാണെന്ന്. പ്രത്യേകിച്ച് മലബാർ ഭാഗം. ഇന്ന് നോക്കുന്ന സമയത്ത് മലബാർ മാത്രമല്ല, മുഴുവൻ കേരളവും ഭീകരവാദികളുടെ താവളമാണ്. ഏത് കേസ് എവിടെ നിന്ന് പിടിച്ചു കഴിഞ്ഞാലും അവസാനം അതെത്തിപ്പെടുന്നത് കേരളത്തിലേക്കാണ്. അതിനെ ശക്തി പകരുന്നതാണ് ഇപ്പം നടന്നുള്ള കനകമല പ്രശ്നം സംബന്ധിച്ചുള്ളൂ. ഈ PFI ഏറ്റവും വലിയ ഭീകര സംഘടനയാണെന്ന് പറഞ്ഞത് നിരോധിക്കപ്പെട്ടു. പക്ഷെ നിരോധിച്ചുകൊണ്ടെന്ന പ്രയോജനം, കുറച്ച് ആൾക്കാർ അറസ്റ്റ് ചെയ്തു, അവർ ജയിലിലടച്ചു. പക്ഷെ അവർ മുഴുവൻ വേഷം മാറിച്ച് എന്തായി? അവർ മുഴുവൻ SDPI ആയി. പക്ഷെ അവരുടെ മനസ്സിലുള്ള രീതി മാറിയിട്ടുണ്ടോ? ഇന്ന് കാണേണ്ട ഒരു കാര്യം SDPIയിൽ മാത്രമല്ല, കേരളത്തിൽ ഏതെല്ലാം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ടോ അതിലെല്ലാം ഈ വിഭാഗം നുഴഞ്ഞു കയറിയിട്ടുണ്ട്. പകല് മുഴുവൻ ആ രാഷ്ട്രീയ പാർട്ടിയോടൊപ്പം നിൽക്കും. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പമാണ് അവർ നിൽക്കുന്നത്. ഇടതുപക്ഷവും വലതുപക്ഷവും എന്ന് പറയുന്നുണ്ടെങ്കിലും വലതുപക്ഷ പാർട്ടികളിൽ പോലും എടുക്കാതിരിക്കാൻ പറ്റുമോ? ഞങ്ങൾക്കൊരാളെ കിട്ടിയും ചിന്തിക്കുന്ന പാർട്ടികളുണ്ട്. ആ ന്യൂനപക്ഷങ്ങളിൽ നിന്ന് ഒരാളെ കിട്ടിയെന്ന് ചിന്തിക്കുന്ന പാർട്ടികൾ, അതേപോലെ സംഘടനകൾ, അവർ പോലും ഇങ്ങനത്തെ ആൾക്കാർ വന്നാൽ അവരെ നെഞ്ചോട് ചേർക്കുന്നു. പക്ഷേ ആ നെഞ്ച് പിളരാനാണ് ഇവർ നെഞ്ചിനോട് ചേർന്ന് നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. അത് ചിന്തിക്കേണ്ടതാണ്. അതിന് തെളിവാണ് പകല് മുഴുവൻ DYFIക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ച് രാത്രിയാകുന്ന സമയത്ത് ഈ SDPI ആയിക്കൊണ്ട് ഈ പഴയ ഭീകരവാദികളോടൊപ്പം പോകുന്ന PFIക്കൊപ്പം പോകുന്ന, അപ്പം PFI ഇല്ല, പക്ഷേ അതേപോലത്തെ കാര്യങ്ങൾ ചെയ്യുന്നവർ. ഇന്ന് അങ്ങനത്തെ MLA മാരുണ്ട് ഇല്ലേ? അതെ, പാർട്ടിയിൽ നിന്ന് തന്നെ ആരോപണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനത്തെ മന്ത്രിമാരുണ്ട്. കനകമലയിൽ ഇതേ കാര്യം തന്നെയാണ് ചെയ്തത്. കനകമലയിൽ നിന്ന് അന്നത്തെ ഇത് കഴിഞ്ഞതിന് ശേഷം 2016 ഒക്ടോബർ 2-നാണ് ഈ ക്യാമ്പ് നടന്നത്. ഈ ക്യാമ്പിൽ ISലേക്ക് റിക്രൂട്ട് ചെയ്യുകയും അതോടൊപ്പം തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലും തമിഴ്നാട്ടിലും ബോംബ് സ്ഫോടനമാണ് അവർ പദ്ധതി ഇട്ടത്. അതെ, ബോംബ് സ്ഫോടനം പദ്ധതി ഇട്ടു. ബോംബ് സ്ഫോടനം അവിടെ നടന്നു. അതോടൊപ്പം അങ്ങനത്തെ ആ പ്രതികൾ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ അവിടെ നടന്നേ കളമശ്ശേരിയിൽ നടന്നു. ഇതെല്ലാം ഏകദേശം ഒരേ കാലഘട്ടത്തിലും ഒരേ രേഖയിൽ കൂടിയിട്ടാണ് സഞ്ചരിക്കുന്നത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇത്തരം ആൾക്കാർ ഇന്നും വിഘടന ശക്തികളായി നിലനിൽക്കുന്നു. അപ്പോൾ ഇത് പിടിക്കാനോ അഥവാ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരെ വിട്ടയക്കാനോ ഉള്ള ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടുന്ന പോലീസുകാരുടെ ഇടയിൽ പോലും ഇത്തരം ശക്തികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. നുഴഞ്ഞു കയറുന്ന സമയത്ത് അവർക്കറിയാം കൃത്യമായിട്ടൊരു സ്ഥലത്ത് റെയ്ഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് നേരത്തെ തന്നെ അവർക്ക് വിവരം കിട്ടുകയാണ്. അതൊരു വലിയ ട്രെയിനിങ് ആണ്. ആ ട്രെയിനിങ്ങിൽ ഈ പോലീസുകാർ പോലും പങ്കെടുക്കുന്നു എന്ന് അനുമാനിച്ചു കഴിഞ്ഞാൽ അത് തെറ്റുണ്ടാകില്ല. കാരണം എല്ലാ വിഭാഗത്തിൻ്റെ ഇടയിലും തീവ്രവാദികളുടെ റൂട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വിഭാഗത്തിൻ്റെ ഇടയിലും ഒന്നുപോലും വ്യത്യാസമല്ല. അവർ തന്നെ മനഃപൂർവ്വം ആൾക്കാരെ കണ്ടെത്തി. അതാണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു കേസിൽ പോലും ഈ ദൃക്സാക്ഷിക്ക്, ആ സാക്ഷിക്ക് സുരക്ഷ നൽകാൻ കേരള പോലീസ് കഴിഞ്ഞിട്ടില്ല. ഇനി എന്നയുടെ ഇടപെടൽ ഈ സ്ഥലം ശരിക്കും മലപ്പുറം ജില്ലയിൽ നിന്ന് കോഴിക്കോട് ജില്ലയുടെ അതിർത്തിയായിട്ടുള്ള സ്ഥലത്താണ് ഈ സാക്ഷിയുടെ സ്ഥലം. കൂളിമാട് എന്ന് പറഞ്ഞ സ്ഥലമല്ലേ? കൂളിമാട് ചാലിയാറിൻ്റെ തീരത്താണ് കൂളിമാട് വരുന്നത്. ആ അക്കരെ കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയും ഇദ്ദേഹം താമസിക്കുന്ന കോഴിക്കോട് ജില്ലയാണ്. ആ ജില്ലയുടെ മാവൂര് പഞ്ചായത്ത് എന്ന് പറയുന്ന സ്ഥലം, കാക്കൂര് പഞ്ചായത്ത് എന്ന് പറയുന്ന സ്ഥലം, ഇതെല്ലാം ഭീകരവാദികളുടെ താവളങ്ങളാണ്. ഇന്ന് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ വാഴക്കാടായി. ചാലിയാർ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മുഴുവൻ അവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഒളിത്താവളങ്ങൾ ഒരുക്കാനും ആ സ്ഥലത്ത് കച്ചവടം ചെയ്യുന്ന ഒരാളെ അയാൾ എന്തുകൊണ്ട് സാക്ഷിയായി എന്നുള്ളതും കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ
കാരണം എന്തുകൊണ്ടാണ്, അയാളുടെ മനസ്സിൽ എന്താണ്, അയാളെ എന്ത് സാക്ഷിയായിട്ട് അയാൾ ശരിക്ക് അപ്പം ആ മാപ്പുസാക്ഷിയാണ്. അപ്പം അയാൾ എങ്ങനെ മാപ്പുസാക്ഷിയായി? ഇതെല്ലാം നമ്മൾ പെട്ടെന്ന് ഇതിന് മറുപടി പറയാൻ സാധിക്കാത്ത അവസ്ഥയാണ്. കാര്യം എങ്ങനെ മാപ്പുസാക്ഷിയായി എന്നുള്ളത് ഏതായാലും അന്വേഷിക്കുന്ന എന്നെയാണ്. അപ്പൊ അവർക്ക് അതെ. അപ്പം ഇയാളെ ഭീഷണിപ്പെടുത്തി എന്ന് പറയുമ്പോൾ അയാൾക്ക് സംരക്ഷണം കൊടുക്കാൻ സാധിക്കുന്നതാണല്ലതാ. അല്ലെങ്കിൽ അയാൾക്ക് പോലും ഇതേപോലെ നേരെ നിന്നുകൊണ്ട് തെളിഞ്ഞ വെള്ളത്തിൽ നിന്നുകൊണ്ട് വെള്ളം കലക്കാൻ സാധിക്കുന്നു എന്നുള്ളതും കൂടി ചിന്തിക്കണം. ഏതായാലും ഒരു പ്രവർത്തനത്തിന് പോയ ആളെ, ഇപ്പം നക്സൽ പോലെയല്ല, പ്രവർത്തനത്തിന് പോയ ഒരു മതത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരെ, ഹാലിളക്കാൻ പ്രേരിപ്പിക്കുന്ന ആൾക്കാരെ പെട്ടെന്നൊന്നും മനസ്സ് മാറ്റാൻ സാധിക്കുന്നൊന്നും ആരും വിശ്വസിക്കില്ല. അത് എന്തുകൊണ്ടായിരിക്കും ഗൗരവകരമായി കാണാത്തത്? മുൻകാലങ്ങളിലും IS-മായി ബന്ധപ്പെട്ട റിക്രൂട്ട്മെന്റുകൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നും ഇടുക്കിയിൽ നടന്നിട്ടുണ്ട്, കോട്ടയത്ത് നടന്നിട്ടുണ്ട്, ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നടന്നിട്ടുണ്ട്. ആ സമയത്ത് പല സംഘടനകളും അങ്ങനെ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് നിഷേധിച്ചു അത്. പക്ഷേ രണ്ടാമത് തിരുത്തേണ്ടി വന്നില്ലേ സത്യമായിരുന്നു എന്നുള്ളത്? എങ്ങനെയും ഈ രാജ്യത്തെ രക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ കണ്ണിൽ എണ്ണ ഒഴിച്ചുകൊണ്ട് ഇത് നോക്കുന്നുണ്ട്. ആ ആളുകൾ അന്ന് പറഞ്ഞ സമയത്ത് പല ആൾക്കാരും നിഷേധിച്ചു. അങ്ങനെ ഇല്ലയെന്നും പറഞ്ഞിട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് ആ നിഷേധം ഉണ്ടായത്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് നിഷേധം ഉണ്ടായത്. പിൽക്കാലത്ത് ഇതെല്ലാം ശരിയായിരുന്നു സമ്മതിക്കേണ്ടി വന്നില്ലേ? എവിടെയെല്ലാം ഇവരെ ട്രെയിനിങ് നടത്തി, എവിടെ നിന്നെല്ലാം റിക്രൂട്ട്മെൻറ്റ് നടത്തി. ഇതെല്ലാം സുഖവാസ കേന്ദ്രങ്ങളിൽ വെച്ച് പോലും ഇതേപോലത്തെ റിക്രൂട്ടിങ് നടന്നിട്ടുണ്ട്. ആ അന്വേഷിച്ച് പോണ സമയത്ത് റിക്രൂട്ട് ചെയ്ത ആൾക്കാരെ എവിടേക്കാണ് അയച്ചത്? അതിൽ ഒരു കാര്യം മാത്രമാണോ അവർ നടത്തിക്കൊണ്ടിരുന്നത്? എല്ലാവിധ ട്രെയിനിങ്, ആയുധങ്ങളുടെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിൻ്റെ ട്രെയിനിങ്, പട്ടിയെ വെട്ടിക്കൊന്നുകൊണ്ടുള്ള പരിശീലനം അത് മനുഷ്യനിലേക്ക് എത്തിച്ചു. ഏത് ഭാഗത്ത് വെടിവെക്കണം എന്നുള്ളത് ബിസിനസ്സിലേക്ക് എത്തിച്ചു. വെടിവെക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് പഠിപ്പിച്ചു. റൈഫിൾ ഫൈറ്റിംഗ് പഠിപ്പിച്ചു. അത് തമാശ രൂപേണ പലരും പറയുമല്ലോ, പോപ്പുലർ ഫണ്ട് നിരോധിച്ചതിന് ശേഷം പട്ടികളുടെ എണ്ണം വർദ്ധിച്ചു. അതെ, അതാണ് പറഞ്ഞത്. ആ തമാശ രൂപത്തിലാണ് പറയുന്നതെങ്കിലും ആ സത്യ. പക്ഷെ നിരോധിച്ചു എന്ന് പറയുന്ന സമയത്ത് ഇത് വേഷം മാറി വരുന്നില്ലേ? വേഷം മാറി വരുന്നുണ്ടല്ലോ. അപ്പം എന്ത് നിരോധനം ഉണ്ടെങ്കിലും ഇവരുടെ പേരിൽ കർശന നടപടി. ആ നടപടി എന്താ എടുക്കുന്നുള്ളത് ഞാൻ പറയേണ്ടതല്ല, അത് ഗവൺമെൻറ് എടുക്കേണ്ട നടപടിയാണ്, അത് ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കേണ്ട നടപടിയാണ്. കേരളത്തിൽ മാത്രമല്ല, കേന്ദ്രം കൂടി ആ കാര്യത്തിൽ നടപടിയെടുക്കണം. കേന്ദ്രം എടുത്തിട്ടുണ്ട്, എടുക്കുന്നില്ല എന്ന് പറയുന്നില്ല. അമിത്ഷായെ പോലത്തെ ഒരാൾ ഉള്ളതുകൊണ്ട് കാര്യമായിട്ട് ഇതിൻ്റെ നടപടികൾ എടുത്തിട്ടുണ്ട്, വരുന്നുണ്ട് എന്നൊക്കെ ശരിയാണ്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ സഹകരിക്കണം, കേരളത്തിലെ ഗവൺമെൻറ് സഹകരിക്കണം. അല്ല, ഇപ്പോഴും ചിലരെല്ലാം കേരളത്തിലെ ഒരു ഭൂരിപക്ഷത്തിന്റെ വിശ്വാസം ഇപ്പോഴും അവർ സേഫായി മുന്നോട്ട് പോകും. അതെന്താ കാരണം എന്ന് പറഞ്ഞാൽ കാരണം എന്താണെന്നറിയോ? ഈ ആളുകൾ നേരെ സേവാ പ്രവർത്തനം എന്ന് പറഞ്ഞൊരു പ്രവർത്തനം നടത്തുന്നുണ്ട്. ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പൊതിച്ചോറുകൾ ശേഖരിക്കുന്നു, ആശുപത്രിയിൽ പെട്ടെന്നെത്തി കാര്യങ്ങൾ ചെയ്യുന്നു. എന്താ ഉദ്ദേശം? അവരെ കയ്യിലെടുത്തുകൊണ്ട് അവർ വധിക്കുക എന്നുള്ളതാണ്, കയ്യിലെടുത്തുകൊണ്ട് അവരെ ഇല്ലാതെയാക്കുക എന്നുള്ളതാണ്, കയ്യിലെടുത്തുകൊണ്ട് ഇവർക്ക് സപ്പോർട്ട് ചെയ്യിക്കുക എന്നുള്ളതാണ്, സപ്പോർട്ട് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുക എന്നുള്ളതാണ്. സേവനത്തിൽ പോലും ഒരു വലിയ കണ്ണ് ഇവിടുത്തെ ഭൂരിപക്ഷ സമൂഹത്തിനെ നശിപ്പിക്കുക എന്നുള്ളതും അതോടൊപ്പം രാഷ്ട്രത്തെ നശിപ്പിക്കുക എന്നുള്ളതും കൂടി അതിൻ്റെ പിന്നിലുണ്ട്. ആംബുലൻസ് ഇറക്കുന്നു. ഈ ആംബുലൻസ് സേവനത്തിന് വേണ്ടി മാത്രമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ആംബുലൻസിൽ ആയുധങ്ങൾ കടത്താം, പരിശീലനത്തിലുള്ള സംഗതികൾ കടത്താം. അപ്പം ഇവർക്ക് കാര്യമായിട്ട് ഇവരെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. അത് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, സത്യസന്ധമായിട്ട് പറയുന്നതാണ്. 2 ദിവസം മുമ്പ് ഇതേ വിഷയത്തെക്കുറിച്ചിട്ട് ഇത് വന്ന സമയത്ത് ഇവിടെ നടക്കുന്ന കച്ചവട സ്ഥാപനങ്ങളെ കുറിച്ച് പറഞ്ഞു. കച്ചവട സ്ഥാപനങ്ങളെ, തിരുവോരങ്ങളിൽ നടക്കുന്ന കച്ചവടങ്ങളിൽ 90% ഞാൻ മുസ്ലിം സമുദായം നടത്തുന്നതല്ല, പക്ഷേ മുസ്ലിങ്ങളിലെ ഭീകരവാദികളാണ് നടത്തുന്നത്. സാധാരണ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അറിയില്ല. അവരെ സംബന്ധിച്ചോളം അവർ ഉപദ്രവിക്കുന്നുണ്ട്, ഇവർക്കെതിരായിട്ട് പറയുന്ന എല്ലാവരും അവർ ഉപദ്രവിക്കുന്നുണ്ട്. പക്ഷേ ഈ ആളുകൾ ആയുധങ്ങൾ ശേഖരിക്കാൻ ഉപയോഗിക്കുന്ന തിരുവോരങ്ങളിലെ കരുക്ക് കച്ചവടം മുതലുള്ള എല്ലാ ഫ്രൂട്ട്സ് കച്ചവടം, ആ ഫ്രൂട്ട്സിൻ്റെ ഇടയിൽ എന്താ ഉണ്ടായിരുന്നത്? തിരുവനന്തപുരത്ത് ഗാന്ധി പാർക്കിൽ ഒരു സമയം ധാരാളം തട്ടുകടകളുണ്ടായിരുന്നു.
അന്വേഷണ സമയത്ത് പോലീസ് പുറത്തുവിട്ടില്ലെന്നേ ഉള്ളൂ. അന്വേഷണ സമയത്ത് അതിൻ്റെ ഉള്ളിൽ മുഴുവൻ ആയുധങ്ങളായിരുന്നു. പിന്നീടാണ് ഗാന്ധി പാർക്കിലെ കച്ചവടം അവിടെ നിന്ന് ഒഴിപ്പിച്ചു. ഗാന്ധി പാർക്കിൻ്റെ ഇപ്പുറത്തെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത്, പഴയ ഗാന്ധി പാർക്കിൽ. ഇത് മുഴുവൻ കേരളത്തിലും ഇതേപോലത്തെ കച്ചവടങ്ങളുണ്ട്. അപ്പോൾ കച്ചവടങ്ങളിൽ കൂടിയിട്ട്, സേവനങ്ങളിൽ കൂടിയിട്ട്, സർക്കാർ സ്ഥാപനങ്ങളിൽ കൂടിയിട്ട്, സർക്കാർ ഓഫീസുകളിൽ കൂടിയിട്ട് നിയമം നടപ്പാക്കേണ്ട ആളുകളിൽ കൂടിയിട്ട് ഇതെല്ലാം ഇതേപോലത്തെ പ്രവർത്തനം നടത്തും. ഇവിടെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഉടനെ ആ വിഭാഗം അറിയുന്നുണ്ട്. അപ്പം എത്രമാത്രം ഉള്ളിലേക്ക് അവർ ഇറങ്ങിച്ചെന്ന് അവർ പ്രവർത്തനം വ്യാപിപ്പിച്ചിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് സാക്ഷികളെ ഇല്ലായ്മ ചെയ്യാനും ഭീഷണിപ്പെടുത്താനും ഒന്നും യാതൊരു ബുദ്ധിമുട്ടും ഇവർക്കില്ല. അവർ എന്തായാലും ഇത് പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. സ്വാഭാവികമായി തന്നെ NIAക്ക് ഇതിൽ കൈമാറേണ്ടി വരും. കൈമാറണം. കൈമാറിക്കഴിഞ്ഞാൽ മാത്രമേ അതിന് നടപടിയെടുക്കാൻ സാധിക്കുള്ളൂ. പക്ഷേ ഇവിടുത്തെ പോലീസിന് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയാണ്. ആരെങ്കിലും നടപടിയെടുക്കണമെന്ന് ആഗ്രഹിച്ചാൽ പോലും അവരെ കൈ കെട്ടി മാറ്റപ്പെടും. കൈ കെട്ടി മാറ്റപ്പെടും, വെട്ടി മാറ്റപ്പെടില്ല, കെട്ടി മാറ്റപ്പെടും. ഇതാണ് ഈ ഭീകരവാദികളുടെ പ്രവർത്തനം എത്രമാത്രം ആഴത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഒരു കനകമലയിൽ കൂടിയല്ല നമ്മൾ കാണേണ്ടത്, മുഴുവൻ കേരളത്തിൻ്റെ മണ്ണിൽ കൂടെയും കാണേണ്ട ഒരു സംഗതിയാണ്. ആ കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ ഇത്തരം പ്രവർത്തനങ്ങളെ നിർത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൽ കൃത്യമായൊരു അന്വേഷണം എന്തായാലും കേരള പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ സാധ്യത കുറവാണ്. NIA അന്വേഷിച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ സപ്പോർട്ട് വേണ്ടേ? അല്ലെങ്കിൽ NIAക്ക് സാധിക്കുന്നതാണ്. കാരണം ഇപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങൾ നോക്കും. ഈ പ്രധാനപ്പെട്ട പട്ടണങ്ങളിൽ മുഴുവൻ ഇതേപോലത്തെ ഭീകര പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലേ? പെരുമ്പാവൂരിൽ ഒരു ഉദാഹരണം പറഞ്ഞതാ, എല്ലാവരും പറയുന്നൊരു പേരാ പെരുമ്പാവൂർ. പെരുമ്പാവൂരിൽ മുടിക്കൽ എന്നൊരു സ്ഥലമുണ്ട്. 2 വാഴ എന്താണ് സ്ഥലത്തിൻ്റെ പേര്, അങ്ങനത്തെ സ്ഥലങ്ങളിൽ രണ്ടും കൂടി ചേരുന്ന സ്ഥലം, വാഴക്കുളം. 2 സൗത്ത് വാഴക്കുളവും നോർത്ത് വാഴക്കുളവും രണ്ടും കൂടി ചേരുന്ന സ്ഥലമാണ് ഈ മുടിക്കൽ എന്ന് പറയുന്നത്. ധാരാളം തടിമില്ലുകളാണ് അവിടെ. ആയി അറുത്ത അതുകൊണ്ട് സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. അത് ബംഗ്ലാദേശികളും ബംഗാളികളും പുറത്തുനിന്ന് വരുന്ന ആൾക്കാരും ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലം. നേരെ പോകുന്നത് പെരുമ്പാവൂർ ടൗണിലേക്കാണ്. ടൗണിലെ മുഴുവൻ കച്ചവടക്കാരും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ കയ്യിലാണ് കച്ചവടം. അതിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്ന വഴി, ഞാൻ പെരുമ്പാവൂരിൻ്റെ ഉദാഹരണം എടുക്കും മാത്രമാണ് അത് പറയുന്നത്. കോതമംഗലത്തേക്ക് പോകാം, മൂവാറ്റുപുഴയ്ക്ക് പോകാം, എല്ലാ സ്ഥലത്തേക്കും പോകാം, കാലടിക്ക് പോകാം. ഏത് സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ട് പോകാൻ കഴിയുന്ന മാർഗങ്ങൾ. അവിടുത്തെ ബസ്സിൽ ബോർഡ് വെച്ചതിനെ കുറിച്ചിട്ട് എല്ലാ മാധ്യമങ്ങളും രേഖപ്പെടുത്തിയതാണല്ലോ, ബംഗാളിയിൽ കൂടിയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം എന്ത് നടക്കും എന്നുള്ള NIA വന്ന അന്വേഷണ സമയത്ത് ധാരാളം ആൾക്കാരെ അറസ്റ്റ് ചെയ്തു. ഇതേപോലെ NIA വിചാരിച്ചു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ചെയ്യും. പക്ഷേ ജനങ്ങളെ സപ്പോർട്ട് ഇല്ലെങ്കിൽ സാധിക്കുമോ? ഇവരെ താമസിപ്പിക്കാൻ, ഒളിവിൽ പോകാൻ, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ, ഇതൊക്കെ തയ്യാറാകുന്ന ആൾക്കാരാരാന്നുള്ളതും കൂടി കണ്ടുപിടിക്കണ്ടേ? അവർക്ക് സാമ്പത്തികമായിട്ട് അവരെ സഹായിക്കുന്ന ആരാന്ന് കണ്ടുപിടിക്കണ്ടേ? സാമ്പത്തികം പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണല്ലോ. സാമ്പത്തികമില്ലാതെ ഇവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല. സാമ്പത്തികവും ആയുധങ്ങളും ഭക്ഷണവും ഒക്കെ ഉണ്ടായി മാത്രമേ ഇവർക്ക് താമസിക്കാൻ പറ്റുള്ളൂ, പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അവർക്ക് ഒളിത്താവളങ്ങൾ ഒരുക്കുന്ന ആൾക്കാരെ പ്രധാനമായിട്ട് കണ്ടുപിടിക്കണം. ഇത് സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് മാത്രമല്ല, ഉന്നതരായിട്ടുള്ള രാഷ്ട്രീയക്കാരുടെ ഇടയിൽ നിന്ന് പോലും ഇവർക്ക് സൗകര്യങ്ങൾ കിട്ടുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആ സൗകര്യങ്ങൾ കിട്ടിയാൽ മാത്രമേ ഇവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കൂ. ഭരിക്കുന്ന സർക്കാരിൽ ഇത്തരം ആൾക്കാർ കടന്നുകൂടുന്നത് കൊണ്ടാണ് ഭരിക്കുന്ന സർക്കാരിനെയും സർക്കാർ സ്ഥാപനങ്ങളെയും സ്വാധീനിക്കാൻ ഇവർക്ക് സാധിക്കുന്നത്. അതുകൊണ്ടാണ് കനകമല കണ്ണൂർ ജില്ലയിലാണെങ്കിൽ ആ മലയുടെ പ്രവർത്തനം ഇവിടുത്തെ മലയിലേക്ക് വരുന്ന വഴിയിൽ എല്ലാ മലകളിലും ഉണ്ട്. തുടർച്ചയാണ്. തിരുവനന്തപുരത്ത് വലിയ മലയിലേക്കാണ് അത് എത്തുന്നത്, സെക്രട്ടേറിയറ്റിലേക്ക്. ആ സെക്രട്ടേറിയറ്റിൽ നിയന്ത്രണം പലപ്പോഴും ഇത്തരം ആൾക്കാരുടെ കയ്യിലായി പോകുന്നുണ്ട്. അത് യൂണിയനിൽ കൂടിയിട്ടായിരിക്കാം, മറ്റുള്ള വിധത്തിലായിരിക്കാം.
യൂണിയൻ നേതാക്കന്മാർക്ക് എന്താണ് ആഗ്രഹം? ഞങ്ങളെ കൂടെ നിൽക്കണം എന്ന് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ. അവരെന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊന്നുമില്ല. ഞങ്ങൾക്ക് എണ്ണം കൂട്ടണം, ഈ ആഗ്രഹമേ അവർക്കുള്ളൂ. പിന്നെ വേണ്ടി വന്നാൽ അവർക്ക് ഗുണ്ടായിസ പണിക്ക് കൂടി ഇവർ പോകും. അപ്പോൾ അവരുടെ ഗുണ്ടകളായിട്ട് ഇവർ ഉപയോഗിക്കുന്നു. ഏതായാലും ഇവർക്ക് ആ നിലയിലുള്ള സർവ്വവിധ സംരക്ഷണവും നമ്മളെ കേരളത്തിൻ്റെ ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ നാട് എന്ന് പറഞ്ഞിരുന്ന പിശാചുക്കളുടെ നാടാക്കി മാറ്റുന്നത് ഇത്തരം പിശാചുക്കളെ സംരക്ഷിക്കുന്നതിൽ കൂടിയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.